ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് അലീന രേവതിക്കുട്ടിയുടെ അലമാരയൊക്കെ തുറന്ന് നോക്കുകയാണ്. അതിലൊരുപാട് മേക്കപ്പിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ അലീന രേവതിക്കുട്ടിയോട് ചോദിക്കുവാണ്, ഇതൊക്കെ നിൻ്റെയാണോ, നിനക്കിതൊക്കെ ഉപയോഗിക്കാൻ അറിയാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, എനിക്കിതൊന്നും എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു, ഇവിടുത്തെ ആൻറ്റി വാങ്ങിത്തന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ നിന്നോട് ഒരുപാട് തവണ പറഞ്ഞതാണ്, എങ്കിലും ഞാൻ നിന്നോട് ഒരു കാര്യം പറയാമെന്ന് പറയുന്നു. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നു, എന്നെ ഗുണദോഷിക്കാൻ വേറെ ആരുമില്ലല്ലോ, ചേച്ചി പറഞ്ഞോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, നീ ഗ്രേസമ്മ ആൻറ്റിയുടെയും മാമച്ച സാറിൻ്റെ അടുത്ത് കുറച്ച് ഓവറല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നത്, ചേച്ചി ഞാൻ അവരെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അത്രമാത്രം, അത് അവർക്കറിയാം. ഗ്രേസമ്മ എൻ്റെ മടി വന്ന് കിടക്കാറുണ്ട്, എന്നെ ചാരി ഇരിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി അലീനയോട് സ്വന്തം അമ്മയുടെ അടുത്ത് പോയിട്ട് എന്തായി ചേച്ചി എന്ന് അന്വേഷിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അത് പിന്നെ പറയാമെന്ന്. എന്നിട്ട് അലീന രേവതിക്കുട്ടിക്കൊരു ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വില കുറഞ്ഞ ഡ്രസ്സാണ്, ചെറിയ കടയിൽ നിന്ന് വാങ്ങിയതാന്നൊക്കെ പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, നമ്മൾ ഇരുന്ന് വാങ്ങി ഇട്ടുകൊണ്ടിരുന്നവരല്ലേ, എനിക്ക് ചേച്ചി എന്ത് തന്നാലും സന്തോഷമാണ്. വില കൂടിയ ഡ്രസ്സൊക്കെ ഇവിടെ ആൻറ്റി എടുത്ത് തരുന്നുണ്ട്, എനിക്ക് ചേച്ചി എന്തെങ്കിലും തന്നാൽ ഭയങ്കര കാര്യമാണെന്ന് പറഞ്ഞത് വാങ്ങുന്നു. എന്നിട്ട് അത് ഓടിപ്പോയി ഗ്രേസമ്മയെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, നീ ഇട്ടിട്ട് പോ, ഇങ്ങനെ വെറുതെ പോയി കാണിക്കണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടി ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് താഴത്തേക്ക് പോകാൻ വേണ്ടി പോവാണ്. താഴെ ഗ്രേസമ്മയും മാമച്ചനും കൂടെ ക്ലബ്ബിൽ പോണ കാര്യം സംസാരിക്കുവാണ് കേട്ടോ. ഈ പിള്ളേരെ എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രേവതിക്കുട്ടി ഡ്രസ്സായിട്ട് മേലിൽ നിന്ന് പടി ഇറങ്ങി താഴേക്ക് വരുന്നത്. അപ്പോൾ രേവതിക്കുട്ടി ആ ഡ്രസ്സ് അവർ ശ്രദ്ധിക്കാൻ വേണ്ടി പല ഗോഷ്ഠികളും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ മാമച്ചനും ഗ്രേസമ്മയും ശ്രദ്ധിക്കുന്നതേ ഇല്ല. പിന്നെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ദേഹം ആകെ ചൊറിയുന്നു എന്നൊക്കെ രേവതിക്കുട്ടി പറയുമ്പോൾ ഗ്രേസമ്മയ്ക്ക് മനസ്സിലാവും പുതിയ ഡ്രസ്സാണെന്ന്. ഗ്രേസമ്മ മാമച്ചനെയും കൂടി വിളിച്ച് കാണിച്ചു കൊടുക്കുന്നേ, ഇവള് പുതിയ ഡ്രസ്സ് ഇട്ടേക്കുന്നത് കണ്ടോ. എന്നിട്ട് രേവതിക്കുട്ടിയോട് ഗ്രേസമ്മ പറയും, പുതിയ ഡ്രസ്സ് ഇട്ടാൽ പറയേണ്ടിയിടി, ഞങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന് പറയും. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ ഇടാത്ത ഡ്രസ്സല്ലേ, പുതിയത് കണ്ടാൽ അറിയത്തില്ല എന്നൊക്കെ ചോദിച്ചങ്ങനെ നിൽക്കുകയാണ് അവർ. ഗ്രേസമ്മയും മാമച്ചനും ഡ്രസ്സ് കണ്ടിട്ട് പുകഴ്ത്തി പറയാത്തത് കൊണ്ട് രേവതിക്കുട്ടിക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ വിഷമിക്കുമ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, കാണാൻ കൊള്ളാടി, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, നല്ല സുന്ദരിയായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ആണോ എന്നൊക്കെ തിരികെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാമച്ചനും ഇങ്ങനെ സന്തോഷിച്ച് ചിരിക്കുന്നുണ്ട് രേവതിക്കുട്ടിയുടെ മറുപടി കണ്ടിട്ട്. എന്നിട്ട് രേവതിക്കുട്ടി മേലിലേക്ക് ഓടിപ്പോവാണ്. അലീന ചേച്ചിയോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊക്കെ ഇഷ്ടമായ കാര്യം എന്ന് പറഞ്ഞ് മേലിലേക്ക് ഓടിപ്പോകുമ്പോൾ അലീന താഴത്തേക്ക് ഇവർക്കൊരു ഗിഫ്റ്റായിട്ട് നടന്നു വരികയാണ് കേട്ടോ, മാമച്ചനും ഗ്രേസമ്മയ്ക്കും കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടി അലീനയോട് പറയും, ഇവർക്കൊക്കെ ഇഷ്ടമായി എന്ന് പറയും കേട്ടോ, നിന്റെ സെലക്ഷൻ കൊള്ളാമെന്ന് ഗ്രേസമ്മയും പറയും. അപ്പോൾ അലീന അവർക്ക് 2 ചോക്ലേറ്റ്സ് കൊടുക്കും, ഡയറി മിൽക്കാന്ന് തോന്നുന്നു, ഗ്രേസമ്മയ്ക്കും മാമച്ചനും കൊടുക്കും. അപ്പോൾ ഇത് കാണുമ്പോഴേക്ക് രേവതിക്കുട്ടി തട്ടിപ്പറിക്കാൻ നോക്കും, ഇത് കഴിക്കരുത്, ഷുഗർ ഫാക്ടറിയാണ്, ഒരാൾ കൊളസ്ട്രോൾ ഫാക്ടറിയാണ്, ഞാൻ ഇതൊക്കെ കഷ്ടപ്പെട്ട് കൺട്രോൾ ചെയ്ത് വരുവാന്ന് പറഞ്ഞ് തട്ടിപ്പറിക്കാൻ നോക്കും. അപ്പോൾ അലീന അത് വേണ്ടെന്ന രീതിയിൽ മുഖഭാവമൊക്കെ മാറുന്ന കാണാം കേട്ടോ, അവർ കഴിക്കട്ടെ എന്ന രീതിയിൽ. അപ്പോൾ ഗ്രേസമ്മയും മാമച്ചനും തിരികെ കൊടുക്കാൻ ഒട്ടും തയ്യാറല്ല. അവർ പറയും, നിൻ്റെ ചേച്ചി തന്ന ഗിഫ്റ്റാണ്, അതിൽ തന്നതാണ്, തിരികെ കൊടുക്കാൻ പാടില്ല, ഞങ്ങൾ കഴിക്കുമെന്ന് പറയും. പിന്നെ അവരതെടുക്കും. നമ്മുടെ രേവതിക്കുട്ടി അവരോട് പകുതി ചോദിച്ചൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അവർ പകുതി ഒന്നും രേവതിക്കുട്ടിക്ക് കൊടുത്തില്ലേ. എന്നിട്ട് അവർ മേലിലേക്ക് പോവുകയാണ്. രേവതിക്കുട്ടി മേലിൽ പോയിട്ട് ആ ഡ്രസ്സിട്ട് ഡാൻസ് കളിക്കുകയാണ് കേട്ടോ, ഭയങ്കര സന്തോഷമായിട്ട്. അപ്പോൾ അലീന വന്നിങ്ങനെ അവളുടെ ഡാൻസ് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ അലീന രേവതിക്കുട്ടിയോട് ഗ്രേസമ്മയെ പറ്റി ചോദിക്കുകയാണ്, ഗ്രേസമ്മയുടെ മക്കളൊക്കെ എന്തേ, മക്കളില്ലേ എന്നൊക്കെ. അപ്പോൾ രേവതിക്കുട്ടി ഗ്രേസമ്മയുടെ മകൻ മരിച്ചുപോയ കാര്യമൊക്കെ പറയുവാണ്. ഗ്രേസമ്മ ഡിപ്രഷനിലായിരുന്നു എന്നും മെൻ്റൽ ഹോസ്പിറ്റലിലായിരുന്നു, മരുന്ന് കഴിക്കുന്നുണ്ട് ഇപ്പോഴും കിടക്കാൻ നേരത്തെന്നും, പിന്നെ കഴിഞ്ഞ ദിവസം വരെ മകൻ്റെ കാര്യം പറഞ്ഞ് വിഷമിച്ചിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ അലീന അയ്യോ പാവം എന്നൊക്കെ പറഞ്ഞ് സങ്കടം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇവരുടെ എല്ലാം ഞാൻ ഇവരുടെ ഇടയ്ക്ക് കോഴി ചെകയുന്ന പോലെ ഇങ്ങനെ നടക്കും, അവരെ ഒറ്റപ്പെടുത്താൻ സമ്മതിക്കില്ല, എല്ലാത്തിലും കയറി ഇടപെടും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ് നമ്മുടെ അലീന, ഇവർക്ക് ബന്ധുക്കൾ ഇല്ലേ, സ്വന്തക്കാരൊന്നും ഇല്ലേ ഗ്രേസമ്മയ്ക്കെന്ന്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് ഗ്രേസമ്മയുടെ ബന്ധുക്കളെ പറ്റിയും നമ്മുടെ മാമച്ചൻ്റെ ബന്ധുക്കളെ പറ്റിയൊക്കെ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, നിനക്കിതൊക്കെ എങ്ങനെ അറിയാമെന്ന്. അപ്പോൾ അലീനയോട് നമ്മുടെ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഗ്രേസമ്മയ്ക്ക് വരുന്ന ഫോണൊക്കെ ഞാനാണ് ഇടയ്ക്ക് എടുക്കുന്നത്, റിലേറ്റീവ്സൊക്കെ വിളിക്കുമ്പോൾ രേവതിക്കുട്ടിയുടെ അടുത്ത് സംസാരിക്കുന്നതെന്ന് പറയും. അപ്പോൾ അലീന ഇത് കേട്ട് ഇങ്ങനെ അമ്പരന്ന് ചോദിക്കുന്നുണ്ട്, അതിനിവർ സമ്മതിക്കുമെന്നൊക്കെ. അപ്പോൾ അലീനയോട് നമ്മുടെ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഈ വീട്ടിലെല്ലാം ഞാനാണ്, സൂപ്രണ്ടും സൂപ്പർവൈസറും
പിയൂണും തൂപ്പുകാരിയും എല്ലാം ഞാനാണ്. അപ്പം ഞാനറിയാതെ ഈ വീട്ടിലൊന്നും നടക്കില്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിനക്ക് ഫോൺ എടുക്കാനും സംസാരിക്കാനൊക്കെ അറിയാവോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് അലീന പറയുവാണ് എനിക്ക് പോലും ഇടയ്ക്ക് ഫോൺ എടുക്കുമ്പോഴേക്കും ബബ്ബ ഇങ്ങനെ വന്നു പോകുമെന്ന് പറയും. അപ്പോൾ അലീനെ കുട്ടി ഫോൺ എടുത്ത് ഇങ്ങനെ അനുകരിച്ച് കാണിക്കുവാണ് കേട്ടോ. നമ്മുടെ ഗ്രേസ് അമ്മയുടെ റിലേറ്റീവ്സ് വിളിക്കുമ്പോൾ രേവതിക്കുട്ടി റിപ്ലൈ ചെയ്യുന്ന പോലെ അഭിനയിക്കുകയാണ്. അപ്പോൾ അഭിനയിക്കുമ്പോഴേക്കും ആ ഫോൺ അപ്പം തന്നെ ബെല്ലടിക്കും, ഒരു കോള് വരും കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി അത് നോക്കുമ്പോഴേക്കും മനുശങ്കർ എന്നാണ് ആ കോളേജിൽ എഴുതിയിരിക്കുന്നത്. ഇതാരെയും മനുശങ്കർ എന്ന് നമ്മുടെ രേവതിക്കുട്ടി അലീനയോട് ചോദിക്കുമ്പോൾ പറയും അന്ന് എന്നെ സ്നേഹനികേതനിൽ നിന്ന് വന്ന് വിളിച്ചുകൊണ്ട് പോയ ആളാണ്, വൈജയന്തിയുടെ ചേട്ടൻ്റെ മോനാണെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ കസിൻസ് ആണെന്നൊക്കെ സംസാരിക്കുമ്പോഴേക്കും രേവതിക്കുട്ടി പറയും അലീന ചേച്ചിയുടെ കസിൻ എൻ്റെയും കസിനാണ്, എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഫോണൊക്കെ എടുക്കാൻ നോക്കുമ്പോൾ അലീന സമ്മതിക്കില്ല, എടുക്കണ്ടെന്ന് പറഞ്ഞ് ഫോൺ കട്ടാവും. അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ താഴത്തേക്ക് പോവുകയാണ്. അലീന ഫോൺ വാങ്ങി ഫോണിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കട്ടായി പോയത്. അപ്പോൾ രേവതിക്കുട്ടി താഴത്തേക്ക് പോയിട്ട് മടിച്ച് നമ്മുടെ ഗ്രേസ് അമ്മയുടെ അടുത്തെത്തി. ഗ്രേസ് അമ്മ ഒരു നോവൽ എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രേസ് അമ്മയോട് രേവതിക്കുട്ടി പറയുന്നുണ്ട് നമുക്ക് അലീന ചേച്ചിയായിട്ട് പുറത്ത് പോകണം, സിനിമ കാണിക്കാമെന്നൊക്കെ. അപ്പോൾ നമ്മുടെ ഗ്രേസ് അമ്മ ചോദിക്കും അലീനയാണോ നിന്നെ പറഞ്ഞു വിട്ടേന്ന്. അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടി പറയുന്നുണ്ട് അലീന ചേച്ചി അങ്ങനെയൊന്നും പറഞ്ഞു വിടില്ല, അലീന ചേച്ചി ഡീസൻ്റ് ആണെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് അലീന ചേച്ചി ജനിച്ചിട്ട് ഇതുവരെ 5-6 സിനിമ കണ്ടിട്ടുള്ളൂ എന്ന്. അപ്പോൾ ഗ്രേസ് അമ്മ ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എത്ര സിനിമ കണ്ടിട്ടുണ്ടെന്ന് രേവതിക്കുട്ടിയോട് ചോദിക്കുന്നു ഗ്രേസ് അമ്മ. അപ്പോൾ രേവതിക്കുട്ടി മറുപടി പറയുന്നത് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഞാൻ ചേച്ചീനെ കടത്തി വീട്ടിയെന്നാണ്. എന്നിട്ട് പറയുന്നുണ്ട് പോവാം, നമുക്ക് ബീച്ചിലൊക്കെ പോവാം, സിനിമ കാണാം, പാർക്കിൽ പോവാന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗ്രേസ് അമ്മ പറയുന്നുണ്ട് നീ മാമച്ചനോട് പോയി ചോദിക്ക് ഇന്ന് വല്ല പരിപാടി ഉണ്ടോ എന്ന് തിരക്കാൻ പറയും. അപ്പോൾ പിന്നെ കാണിക്കുന്നത് മാമച്ചൻ നമ്മുടെ ഡ്രൈവറിനോട് പറയുവാണ് ചിക്കൻ വാങ്ങി മട്ടൻ വാങ്ങിയൊക്കെ കൊണ്ടുവരേണ്ട കാര്യം പറയുവാൻ നല്ല നോക്കി വാങ്ങണം എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ചോദിക്കുന്നുണ്ട് ഇത്രയും നല്ല സാധനങ്ങൾ വാങ്ങിയിട്ട് എന്താ, ഇവിടുത്തെ വേലക്കാരികളല്ലേ കഴിക്കുന്നത്, വീട്ടുടമസ്ഥർ കഞ്ഞിയും കാന്താരിയും അല്ലേ കഴിക്കുന്നതെന്ന് തിരികെ ചോദിക്കുമ്പോൾ നമ്മുടെ മാമച്ചൻ പറയുന്നത് നല്ല പ്രായത്തിൽ ഞങ്ങൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട്, നീ കൂടുതലൊന്നും പറയണ്ട, ഞാൻ പറയുന്ന പോയി വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞ് വിടും. അപ്പോൾ ഡ്രൈവർ പോകാൻ നേരത്ത് നമ്മുടെ രേവതിക്കുട്ടി മാമച്ചായോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഗ്രേസ് അമ്മയുടെ സൗണ്ടിൽ മേളിൽ നിന്ന് വിളിക്കും. അപ്പോൾ മാമച്ചായനൊന്ന് ഞെട്ടിപ്പോകും കേട്ടോ. തിരികെ നോക്കുമ്പോൾ നമ്മുടെ രേവതിക്കുട്ടിയാ. അപ്പോൾ ആരാ വിളിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ രേവതിക്കുട്ടി പറയും ഒരു അശരീരിയാന്ന് പറയും. അപ്പോൾ നീ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് മാമച്ചൻ രേവതിക്കുട്ടിയെ വിളിക്കുമ്പോൾ രേവതിക്കുട്ടി ഓടി വരുവാണ്. ഓടി വന്ന് അടുത്ത് നിൽക്കുമ്പോൾ തന്നെ മാമച്ചൻ ചെവി പിടിച്ച് നന്നായിട്ട് പിച്ചു. അപ്പോൾ രേവതിക്കുട്ടിയുടെ പിച്ചുന്ന കണ്ട് ഡ്രൈവർ ചിരിച്ചുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോകും. അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ നാട്ടുകാരെ ഓടിവായോ എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കും. എന്നിട്ട് നാട്ടുകാരൊക്കെ എവിടെ പോയി, ആരും വരുന്നില്ലല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ മാമച്ചൻ ചെവിയിൽ നിന്ന് വിടും. രേവതിക്കുട്ടി അപ്പോൾ പറയും എൻ്റെ ചെവി ഇപ്പോൾ പൊന്നായനെന്നിങ്ങനെ പറയും. അപ്പോൾ രേവതിക്കുട്ടി എന്നിട്ട് പറയും ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറയും. അപ്പോൾ നീ പറയണ്ടെന്ന് നമ്മുടെ മാമച്ചൻ പറയും. അല്ല ഞാൻ പറയട്ടെ എന്ന് പറയുമ്പോൾ നീ പറയാൻ പറയുമ്പോൾ നമുക്ക് ബീച്ചിലും പാർക്കിലും പോവാം, അലീന ചേച്ചി കൊണ്ടുപോകാം എന്നൊക്കെ പറയും. അപ്പോൾ മാമച്ചൻ പറ്റില്ല, എനിക്കിന്ന് ക്ലബ്ബിൽ പോകണമെന്ന് പറയും. അപ്പോൾ ക്ലബ്ബിൽ പോയിട്ട് എന്തിനാ കള്ള് കുടിക്കാനല്ലേ എന്നൊക്കെ ചോദിക്കും. മാമച്ചൻ അടുക്കുന്നില്ലെന്ന് മനസ്സിലാകുമ്പോൾ രേവതിക്കുട്ടി പറയും സർവ്വവിജ്ഞാന കോശത്തിൻ്റെ കാര്യം ഞാൻ ഗ്രേസ് അമ്മയോട് പറഞ്ഞിട്ടില്ല, അത് പറയട്ടെ എന്ന് ചോദിച്ച് ഇങ്ങനെ ഭീഷണിപ്പെടുത്തും. അപ്പോൾ മാമച്ചന് വേറെ ഓപ്ഷൻ ഇല്ല, അത് ശരി ഞാൻ കൊണ്ടുപോകാമെന്ന് പറയും. അപ്പോൾ രേവതിക്കുട്ടിയൊക്കെ ഇത് കേട്ട് സന്തോഷമാവുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.